ഓം ശ്രീകൃഷ്ണായ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമന്നാരായണീയം ദശകം 31 മഹാബലി ദർപ്പശമനം. ശ്ലോകം 1. മഹാബലി വാമനമൂർത്തിയോട് ആഗ്രഹം എന്തു തന്നെയായാലും അത് നൽകാമെന്ന് പറയുന്നു. പ്രീത്യാദൈത്യസ്തവ തനുമഃ പ്രേക്ഷണാത് സർവധാപി ത്വാമാരാധ്യൻ അജിതരജയന്നഞ്ജലിം സഞ്ജഗാദാം മത്തക്കിം തേ സമഭിലഷിതം വിപ്രസൂനോ വദത്വം വിത്തം ഭക്തം ഭവനമവനീം വാപി സർവം പ്രദാസ്യേ. പദം പിരിക്കാം. പ്രീത്യ ദൈത്യഃ തവ തനു മഹഃ പ്രേക്ഷണാത് സർവഥാ അഭി ത്വാം ആരാധ്യൻ അജിത രചയൻ അഞ്ജലിം സഞ്ജഗാദ മത്തഃ കിം തേ സമഭിലഷിതം വിപ്രസൂനോ വദ ത്വം വിത്തം ഭക്തം ഭവനം അവനീം വാ അഭി സർവം പ്രദാസ്യേ. അജിത ആരാലും ജയിക്കപ്പെടാത്ത ഭഗവാനെ, ദൈത്യഃ ആ മഹാബലി, തവ തനുമഹപ്രേക്ഷണാത് നിന്തിരുവടിയുടെ ശരീരത്തിൻ്റെ തേജസ്സു കണ്ട്, പ്രീത്യ സന്തോഷിച്ച്, സർവഥാപി ത്വാം ആരാധ്യൻ എല്ലാ പ്രകാരത്തിലും നിന്തിരുവടിയെ സന്തോഷിപ്പിക്കണമെന്നുറച്ച്, അഞ്ജലിയും രചയൻ സജ്ജഗാദ കൈ തൊഴുതുകൊണ്ട് പറഞ്ഞു, മത്തഃ തേ സമഭിലഷിതം കിം എന്നിൽ നിന്നും അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത്? വിപ്രസൂനോ ബ്രാഹ്മണകുമാര, ത്വം വദ അങ്ങ് പറയൂ, വിത്തം ഭക്തം ഭവനം അവനീം വ അഭി സർവം പ്രദാസ്യേ. ധനമോ അന്നമോ ഭവനമോ ഭൂമിയോ എന്തു തന്നെയായാലും സർവം പ്രദാസ്യേ എല്ലാം ഞാൻ തരാം. മഹാബലി നിന്തിരുവടിയുടെ ശരീരത്തിൻ്റെ തേജസ് കണ്ട് സന്തോഷത്തോടുകൂടി എല്ലാ പ്രകാരത്തിലും നിന്തിരുവടിയെ പൂജിച്ചിട്ട് പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണകുമാര, എന്നിൽ നിന്നും അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത്? പറയൂ. ധനമോ ഭോജനമോ ഭവനമോ ഭൂമിയോ എല്ലാം തന്നെയോ തരുന്നതിന് ഞാൻ ഒരുക്കമാണ്. സർവം പ്രദാസ്യേ എല്ലാം ഞാൻ തരാം എന്ന വാക്ക് സത്യമാകാൻ പോകുന്നുവെന്ന് മഹാബലി ഇപ്പോൾ അറിയുന്നില്ല. മഹാബലി ബ്രാഹ്മണകുമാരനോട് പറയുന്നു, ഹേ ബ്രഹ്മചാരിയായ ബ്രാഹ്മണകുമാര, അങ്ങയെ അതിഥിയായിട്ട് ഞാൻ കാണുന്നു. അങ്ങ് യാതൊന്ന് ആഗ്രഹിക്കുന്നുവോ അതെല്ലാം എന്നിൽ നിന്നും സ്വീകരിച്ചു കൊള്ളുക. ധേനുവിനെയോ വിശിഷ്ടധനങ്ങളെയോ ശോഭനമായ ഭവനങ്ങളെയോ പരിശുദ്ധമായ അന്നത്തെയോ കന്യകയെയോ സകല പദാർത്ഥങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഗ്രാമങ്ങളെയോ കുതിരകളെയോ ആനകളെയോ തേർ മുതലായ വാഹനങ്ങളെയോ എന്തിനെ ആഗ്രഹിക്കുന്നുവോ അതിനെയെല്ലാം ഞാൻ തന്നുകൊള്ളാം. ഞാൻ 3 ലോകത്തിൻ്റെയും നാഥനാണ്. ഭാഗവതം 8-ാം സ്കന്ധം 18-ാം അധ്യായത്തിലെ വിഷയങ്ങളെയാണ് ഈ ദശകത്തിൽ സംഗ്രഹിച്ചിട്ടുള്ളത്. പ്രീത്യാദൈത്യസ്തവ തനുമഃ പ്രേക്ഷണാത് സർവധാപി ത്വാമാരാധ്യൻ അജിതരജയന്നഞ്ജലിം സഞ്ജഗാദാം മത്തക്കിം തേ സമഭിലഷിതം വിപ്രസൂനോ വദത്വം വിത്തം ഭക്തം ഭവനമവനീം വാപി സർവം പ്രദാസ്യേ. ശ്ലോകം 2. ഭഗവാൻ മഹാബലിയോട് 3 അടി ഭൂമി മാത്രം ആവശ്യപ്പെടുന്നു. താമക്ഷീണാം ബലിഗിരമുപാകർണ്യ കാരുണ്യപൂർണോപി അസ്യോത്സേകം ശമയിതുമനാദൈത്യവംശം പ്രശംസൻ ഭൂമിം പാദത്രയപരിമിതാം പ്രാർത്ഥയാമാസിധത്വം സർവം ദേഹീതി തു നിഗദിതേ കസ്യ ഹാസ്യം ന വാ സ്യാത്. പദം പിരിക്കാം. താം അക്ഷീണ
ബലിഗിരം ഉപാകർണ്യ കാരുണ്യപൂർണക അഭി അസ്യ ഉത്സേകം ശമയതു മനാഹ ദൈത്യവംശം പ്രശംസൻ ഭൂമിം പാദത്രയ പരിമിതാം പ്രാർത്ഥയാം ആസീത ത്വം സർവം ദേഹി ഇതി തു നിഗദിതേ കസ്യ ഹാസ്യം ന വാ സ്യാത്. അക്ഷീണ താം ബലിഗിരം ഉപാകർണ്യ. തൻ്റെ സർവേശ്വരത്വം തെളിവാക്കുന്ന മഹാബലിയുടെ ആ വാക്ക് കേട്ടപ്പോൾ, അതായത് ഞാനാണ് എല്ലാത്തിൻ്റെയും ഈശ്വരൻ എന്ന അർത്ഥത്തിൽ, ത്വം നിന്തിരുവടി കാരുണ്യപൂർണം അഭി കാരുണ്യം നിറഞ്ഞവനാണെങ്കിലും, അസ്യ ഉത്സേകം ശമയധുമനാഹ ആ മഹാബലിയുടെ അഹങ്കാരം അടക്കണമെന്ന് കരുതി, ദൈത്യവംശം പ്രശംസൻ അസുരവംശത്തെ പ്രശംസിച്ചിട്ട്, പാദത്രയ പരിമിതാം ഭൂമി പ്രാർത്ഥയാമാസിത 3 അടി ഭൂമി ആവശ്യപ്പെട്ടു. സർവം ദേഹി ഇതി നിഗദിതേ തു കസ്യ വാ ഹാസ്യം ന സ്യാത്. മുഴുവൻ തരൂ എന്ന് പറഞ്ഞാൽ ആർക്കാണ് പരിഹാസ്യമായി തോന്നാതിരിക്കുക? എല്ലാവർക്കും പരിഹാസ്യമായേ തോന്നൂ. ആ മഹാബലിയുടെ അത്യന്തം ഉദാരമായ വാക്കുകൾ കേട്ടിട്ട് നിന്തിരുവടി കാരുണ്യകുലനായി തീർന്നു. എങ്കിലും ഇവൻ്റെ അഹങ്കാരം ശമിപ്പിക്കണമെന്നുള്ള വിചാരത്തോടു കൂടി ദൈത്യന്മാരുടെ തറവാട്ട് മഹിമയെ പുകഴ്ത്തിക്കൊണ്ട്, അതായത് മഹാബലിയുടെ അച്ഛനായ വിരോചനനെയും മുത്തച്ഛനായ പ്രഹ്ലാദനെയും മുതുമുത്തച്ഛനായ ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവിനെയും നല്ല പോലെ പ്രശംസിച്ചിട്ടാണ് തൻ്റെ കാലടിയിൽ കൊള്ളുന്ന 3 അടി ഭൂമി ആവശ്യപ്പെട്ടത്. യാചിക്കുകയാണെങ്കിൽ ഒരു വകതീർവൊക്കെ വേണമല്ലോ. എല്ലാം തരണമെന്ന് പറഞ്ഞാൽ അത് പരിഹാസ്യമായി തീരുകയില്ലേ? അമ്പോ, ഈ ബ്രാഹ്മണ കുട്ടിയുടെ ഒരു അത്യാഗ്രഹം കണ്ടില്ലേ എന്ന് പറഞ്ഞ് ആളുകൾ പരിഹസിക്കും. ഭഗവാൻ ബലിയോട് പറയുന്നു, ഹേ രാജൻ, അങ്ങ് ദാനശീലനും ലോകനാഥനുമാണെങ്കിലും ഇതിലധികം ഞാൻ അങ്ങയോട് യാചിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അറിവുള്ള ഒരുവൻ ആവശ്യത്തിലധികം യാചിക്കുന്നത് പാപമാകുന്നു. ഈശ്വരനായിരിക്കെ യാചിപ്പാൻ എന്തു കാരണം? നിത്യാനന്ദ പരിപൂർണനായ ഭഗവാന് ഭക്താഭിഷ്ടത്തെ സാധിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമല്ലാതെ അന്യമായ സ്വാർത്ഥതയൊന്നുമില്ല. ഭഗവാനായ വാമനമൂർത്തിയുടെ പ്രഭാവത്തെ അറിയാതെ മഹാബലിയുടെ ഗർവ ആവിഷ്കാരമാണ്, അഹംഭാവമാണ് ഇവിടെ സ്പഷ്ടമാകുന്നത്. താമക്ഷീണാം ബലിഗിരമുപാകർണ്യ കാരുണ്യപൂർണോപി അസ്യോത്സേകം ശമയിതുമനാ ദൈത്യവംശം പ്രശംസൻ ഭൂമിം പാദത്രയ പരിമിതാം പ്രാർത്ഥയാമാസിധത്വം സർവം ദേഹീതി തു നിഗദിതേ കസ്യ ഹാസ്യം ന വാ സ്യാത്. ശ്ലോകം 3. ഇത് മുതൽ 3 ശ്ലോകം കൊണ്ട് അഷ്ടമസ്കന്ധം 19-ാം അധ്യായം സംഗ്രഹിക്കുന്നു. മഹാബലി അഹങ്കാരത്തോടു കൂടി ഭൂമി മുഴുവനും തരാമെന്ന് പറയുന്നു. വിശ്വേശം മാം ത്രിപദമിഹ കിം യാജസേ ബാലിശസ്ത്വം സർവാം ഭൂമിം വൃണു കിമമുനേത്യാലഭത്വാം സദൃപ്യൻ യസ്മാദർപ്പാത് ത്രിപദ പരിപൂർത്യക്ഷമക്ഷേപവാദാൻ ബന്ധം ചാസൗ അഗമദദർഹോപി ഗാഢോപശാന്ത്യൈ. പദം പിരിക്കാം. വിശ്വ ഈശം മാം ത്രിപദം ഇഹ കിം യാജസേ ബാലിശഃ ത്വം സർവാം ഭൂമിം വൃണു കിം അമുനാ ഇതി ആലഭത് ത്വാം സഹ ദൃപ്യൻ യസ്മാത് ദർപ്പാത് ത്രിപദ പരിപൂർത്തി അക്ഷമഃ ക്ഷേപ വാദാൻ ബന്ധം ച
असौ अगमत् अददः अभि गाढ उपशान्त्यै വിശ്വേശ്വരം മാം ഇഹ കിം ത്രിപദം യാചസേ. ലോകങ്ങളുടെയെല്ലാം നാഥനായ എന്നോട് ഇവിടെ എന്താണ് 3 അടി ആവശ്യപ്പെടുന്നത്? ത്വം ബാലിശഃ, അങ്ങ് ബുദ്ധിയില്ലാത്തവനാണ്. സർവാം ഭൂമി വൃണു അമുനാ കിം, ഭൂമി മുഴുവനും ആവശ്യപ്പെട്ടുകൊണ്ടു ഇതുകൊണ്ട് മാത്രം എന്താണ് കാര്യം? ഇതി സഹ ത്വാം തൃപ്യൻ ആലപത് എന്ന് മഹാബലി നിന്തിരുവടിയോട് അഹങ്കരിച്ച് സംസാരിച്ചു. യസ്മാത് ദർപ്പാത് അസൗ ത്രിപദ പരിപൂർത്യക്ഷമഃ. ആ അഹങ്കാരം നിമിത്തം മഹാബലി 3 അടി തികയ്ക്കാനാവാതെ ക്ഷേപവാദാൻ ബന്ധം ച, അധിക്ഷേപവാക്കുകളെയും ബന്ധനത്തെയും അതദർഹഃ അഭി ഗാഢോപശാന്തിയെ അഗമത്, അത് അർഹിക്കുന്നവനല്ലെങ്കിലും തികച്ചും അടക്കമുണ്ടാക്കുവാൻ വേണ്ടി അനുഭവിക്കേണ്ടി വന്നു. അങ്ങ് ത്രൈലോക്യനാഥനായ എന്നോട് 3 അടി സ്ഥലം മാത്രം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങ് ഒരു മടയനാണെന്ന് തോന്നുന്നുവല്ലോ. ഭൂമി മുഴുവനും ചോദിക്കൂ. ഈ 3 അടി ഭൂമി കൊണ്ട് എന്താണ് പ്രയോജനം? ഇപ്രകാരം ആ അസുര ചക്രവർത്തി അഹങ്കാരത്തോടു കൂടി നിന്തിരുവടിയോട് പറഞ്ഞു. ആ അഹങ്കാരം നിമിത്തമാണ് ഒടുവിൽ നല്ലവണ്ണം മനഃശാന്തി വരുത്തുന്നതിനായിട്ട് 3 അടി തികയ്ക്കുന്നതിന് കഴിവില്ലാതെയായിട്ട് ആക്ഷേപവചനങ്ങൾ കേൾക്കുന്നതിനും ബന്ധനത്തിൽ അകപ്പെടുന്നതിനും ഇടയായി. അങ്ങനെയൊന്നും അനിഷ്ടങ്ങൾ സഹിക്കേണ്ടവനല്ലെങ്കിലും അഹങ്കാരം ശമിക്കുവാൻ വേണ്ടി അതേയെല്ലാം ബലിക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. മഹാബലിയുടെ അഹങ്കാരം ഇവിടെ സ്പഷ്ടമായി കാണുന്നു. എൻ്റെ അരികത്ത് വന്ന് യാചിച്ച ഒരു പുരുഷൻ മറ്റൊരാളോട് 2ാമത് യാചിക്കുന്നത് യോഗ്യമല്ല. അതിനാൽ ഹേ ബ്രാഹ്മണകുമാര, ഉപജീവിക്കുവാൻ വേണ്ടിയിടത്തോളമുള്ള ഭൂമി എന്നിൽ നിന്നും ഇഷ്ടം പോലെ വരിച്ചുകൊള്ളുക. എനിക്ക് സദൃശൻ വേറെ ആരുമില്ല. ദുഷിച്ച അഹങ്കാരത്തിൻ്റെ ഒരു ഭാവം ഇവിടെ സ്പഷ്ടമാകുന്നു. വിശ്വേശം മാം ത്രിപദമിഹ കിം യാജസേ ബാലിശസ്ത്വം, സർവാം ഭൂമിം വൃണു കിമമുനേത്യാലപത്വാം സദൃപ്യൻ, യസ്മാദർപ്പാത് ത്രിപദ പരിപൂർത്യക്ഷമക്ഷേപവാദാൻ ബന്ധം ചാസൗ അഗമദദർഹോപി ഗാഢോപശാന്ത്यै. ശ്ലോകം 4. ഭഗവാൻ തനിക്ക് 3 അടി മാത്രം മതിയെന്ന് പറയുന്നു. ശുക്രമഹർഷി ആ ഭൂമിദാനത്തിൽ നിന്നും മഹാബലിയെ വിലക്കുന്നു. പാദത്രയ്യാ യദി നമുദിതോ വിഷ്ടഭൈർനാഭിതുഷ്യേത്, ഇത്യുക്തേസ്മിൻ വരദ ഭവദേ ധാതു കാമേധതോയം, ദൈത്യാചാര്യസ്തവ ഖലു പരീക്ഷാർത്തിന പ്രേരണാത്തം, മാമാദേയം ഹരിരയമിതി വ്യക്തമേവാബഭാഷേ. പദം പിരിക്കാം. പാദ ത്രയ്യ യദി ന മുദിതഃ വിഷ്ടഭൈഃ ന അഭി തുഷ്യേത് ഇതി ഉക്തേ അസ്മിൻ വരദ ഭവദേ ധാതുകാമേ അത തോയം ദൈത്യ ആചാര്യഃ തവ ഖലു പരീക്ഷാർത്ഥിനഃ പ്രേരണാത് തം മാ ധേയം ഹരിഃ അയം ഇതി വ്യക്തം ഏവ അബഭാഷേ. പാദത്രയാ യദി ന മുദിതഃ, 3 അടി ഭൂമി കൊണ്ട് സന്തോഷിച്ചില്ലെങ്കിൽ, വിഷ്ടപൈ അഭി ന തുഷ്യേത് ഇതി, ലോകങ്ങളെല്ലാം കിട്ടിയാലും സന്തോഷിക്കാനാവില്ല എന്ന് ഉക്തേ എന്ന് അരുളി ചെയ്തിട്ട്, അസ്മിൻ ഭവത്തെ അത തോയം ധാതുകാമേ, ഈ മഹാബലി അവിടത്തേക്ക് ഉടനെ ജലദാനം ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ, വരദ അല്ലയോ അഭിഷ്ടദാതാവേ,
പരീക്ഷാർത്ഥിനഃ തവ ഖലു പ്രേരണാത്. മഹാബലിയെ പരീക്ഷിക്കണമെന്നു കരുതിയ നിൻ തിരുവടിയുടെ തന്നെ പ്രേരണയാൽ ദൈത്യാചാര്യ തഹ അസുരഗുരുവായ ശുക്രമഹർഷി ആ മഹാബലിയോട് മാ മാ ധേയം അയം ഹരിഹി, കൊടുക്കരുത് കൊടുക്കരുത്, ഇത് ഹരിയാണ്, വിഷ്ണുവാണ്, ഇതി വ്യക്തം ഏവ അഭഭാഷേ എന്ന് തുറന്നു തന്നെ പറഞ്ഞു. 3 അടി മണ്ണുകൊണ്ട് തൃപ്തിപ്പെടാത്തവൻ ലോകങ്ങളെല്ലാം കിട്ടിയാലും തൃപ്തനാകുകയില്ല എന്ന് നിന്തിരുവടി അരുളി ചെയ്തത് കേട്ട് മഹാബലി നിന്തിരുവടിക്ക് ദാനത്തിൻ്റെ ചടങ്ങായി തോയദാനം ചെയ്യുവാൻ ഭാവിച്ചപ്പോൾ ദൈത്യഗുരുവായ ശുക്രാചാര്യർ മഹാബലിയെ പരീക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന നിൻ തിരുവടിയുടെ പ്രേരണ കൊണ്ട് തന്നെ അരുത് അരുത്, കൊടുക്കരുത്, ഇത് വിഷ്ണുവാണ് എന്ന് സ്പഷ്ടമായി തന്നെ പറഞ്ഞു. ശ്രീമദ് ഭാഗവതം 8-ാമത്തെ സ്കന്ധം 19-ാമത്തെ അധ്യായം 21-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ഹേ രാജൻ, അങ്ങക്ക് ദാനം ചെയ്യുന്നതിൽ ഒട്ടും മടിയില്ല, വാസ്തവം തന്നെ. എന്നാൽ യാചകൻ അവൻ്റെ ആവശ്യത്തിൽ തൃപ്തിപ്പെടുന്നവനായിരിക്കണം. അതിനുപകരിക്കുന്ന ഇന്ദ്രജയം സമ്പാദിച്ചിട്ടില്ലാത്ത ഒരുവന് എത്ര തന്നെ ലഭിച്ചാലും തൃപ്തി വരികയില്ല എന്ന് എടുത്തു പറയുന്നു. സന്തോഷിക്കുന്നവൻ യദൃച്ഛയാ ലഭിക്കുന്നതുകൊണ്ട് സുഖമായിരിക്കുന്നു. മനസ്സിനെ ജയിക്കാതിരിക്കുന്ന കാരണത്താൽ സന്തോഷിക്കാൻ സാധിക്കാത്ത ഒരുവന് 3 ലോകങ്ങൾ ലഭിച്ചാലും സുഖമായിരിക്കുവാൻ സാധിക്കുകയില്ല. സന്തോഷവും സന്തോഷമില്ലായ്മയും ഈ ലോകത്തിൽ സുഖത്തിനും ദുഃഖത്തിനും കാരണമാണ്. മാത്രമല്ല മുക്തിക്കും സംസാരബന്ധത്തിനും കൂടി കാരണമാണെന്ന് കാണിക്കുന്നു. വിഷയസുഖത്തിലും സുഖാനുഭവത്തിലും തൃപ്തിയില്ലായ്മയാണ് ജനന മരണരൂപമായ സംസാരബന്ധത്തിന് കാരണം. എതിർച്ഛയാ ലഭിക്കുന്നതിൽ തൃപ്തനാകുന്നവൻ സംസാരബന്ധത്തിൽ നിന്ന് മുക്തനായി വരുമെന്ന് സജ്ജനങ്ങൾ എടുത്തു പറയുന്നു. പാദത്രയ്യാ യദി നമുദിതോ വിഷ്ടഭൈർനാഭിതുഷ്യേത് ഇത്യുക്തേസ്മിൻ വരദ ഭവദേ ധാതു കാമേധതോയം ദൈത്യാചാര്യസ്തവ ഖലു പരീക്ഷാർത്ഥിന പ്രേരണാത്തം മാമാദേയം ഹരിരയമിതി വ്യക്തമേവാബഭാഷേ. ശ്ലോകം 5. ശുക്രമഹർഷി ശപിച്ചിട്ട് പോലും മഹാബലി ഭഗവാന് സകലവും സമർപ്പിക്കുന്നു. യാജത്യേവം യദി സ ഭഗവാൻ പൂർണ്ണകാമോസ്മി സോഹം ദാസ്യാമേവ സ്ഥിരമിതി വദൻ കാവ്യശബ്ദോപി ദൈത്യാ വിന്ധ്യാവല്യാ നിജദൈതയാ ദത്തപാദ്യായ തുഭ്യം ചിത്രം ചിത്രം സകലമഭി സ പ്രാർപ്പയത്തോയപൂർവം. പദം പിരിക്കാം. യാചതി ഏവം യദി സഹ ഭഗവാൻ പൂർണ്ണകാമഃ അസ്മി സഹ അഹം ദാസ്യാമി ഏവ സ്ഥിരം ഇതി വദൻ കാവ്യ ശബദഃ അഭി ദൈത്യഃ വിന്ധ്യാവല്യാ നിജ ദൈതയാ ദത്ത പാദ്യായ തുഭ്യം ചിത്രം ചിത്രം സകലം അഭി സഹ പ്രാർപ്പയത്തോയ പൂർവം. സഹ ഭഗവാൻ ഏവം യദി യാചതി സഹ അഹം പൂർണ്ണകാമാഹ അസ്മി. സഹ ഭഗവാൻ, ആ വിഷ്ണു ഭഗവാനാണ്. ഏവം യദി യാചതി, ഇങ്ങനെ യാചിക്കുന്നതെങ്കിൽ, സഹ അഹം പൂർണ്ണകാമാഹ അസ്മി, അങ്ങനെയുള്ള ഞാൻ പൂർണ്ണകാമനായി തീർന്നു. ദാസ്യാമി ഏവ, ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. ഇതി സ്ഥിരം വദൻ എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ട് സഹാദൈത്യഃ, ആ അസുര ചക്രവർത്തിയായ മഹാബലി കാവ്യശബദഃ അഭി, ശുക്രമഹർഷി ശപിച്ചുവെങ്കിലും നിജദൈതയാ വിദ്യാവല്യ ദത്തപാദ്യായ തുഭ്യം, തൻ്റെ പത്നിയായ വിദ്യാവലി പാദ്യം നൽകിയ നിന്തിരുവടിക്ക് തോയപൂർവം സകലം അഭി പ്രാർപ്പയത് ചിത്രം ചിത്രം,
ഉദകപൂർവമായിട്ട് സകലവും സമർപ്പിച്ചു. അദ്ഭുതം അദ്ഭുതം. ആ ഭഗവാനാണ് ഇങ്ങനെ എന്നോട് യാചിക്കുന്നുവെങ്കിൽ ഞാൻ കൃതാർത്ഥനായി തീർന്നിരിക്കുന്നു. ഞാൻ തീർച്ചയായും കൊടുക്കുക തന്നെ ചെയ്യും എന്നുത്തരം പറഞ്ഞ മഹാബലിയോട്, നിനക്ക് ഗുരുവിൻ്റെ വാക്ക് കേൾക്കാത്തതിനാൽ ഐശ്വര്യഭ്രംശം വരട്ടെ എന്ന് ശുക്രാചാര്യനാൽ ശപിക്കപ്പെട്ടുവെങ്കിലും ബലിയുടെ ഭാര്യയായ വിന്ധ്യാവലി പാദപ്രക്ഷാളനത്തിന് വെള്ളമൊഴിച്ച് തന്നെ നിന്തിരുവടിക്ക് തോയദാനം പുരസ്സരം സർവവും സമർപ്പിച്ചു. ആശ്ചര്യം ആശ്ചര്യം. എന്ത് ദാനം ചെയ്യുമ്പോഴും ആദ്യം ജലദാനം ചെയ്യണം എന്നതാണ് പണ്ട് മുതൽക്കുള്ള വ്യവസ്ഥ. ഉദകപൂർവം ദാനം എന്നാണ് അതിന് പറയുക. ഏതൊരു കാര്യം ഉദ്ദേശിച്ച് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നുവോ അതിനെ പൂർത്തിയാക്കണം. അതാണ് പ്രതിജ്ഞാ പരിപാലന ലക്ഷണം. ശുക്രാചാര്യർ മഹാബലിയെ ഉപദേശിക്കുന്നു, സർവസ്വം ദാനം ചെയ്തവൻ എന്ന കീർത്തി ലോകത്തിൽ നിലനിൽക്കുമല്ലോ എന്ന് കരുതേണ്ട, സ്വത്തിനെ എങ്ങനെ വിനിയോഗിക്കണം എന്നും ഉപദേശിക്കുന്നു. ഇഹത്തിലും പരത്തിലും സുഖം അനുഭവിക്കണമെങ്കിൽ ധനത്തെ എങ്ങനെ വിഭജിക്കണം എന്നതിനെ സാധാരണ രീതിയിൽ ഉപന്യസിക്കുന്നു. യാതൊരുവൻ ധർമ്മത്തിനായിട്ടും സത്കീർത്തിയെ നിലനിർത്തുവാനായിട്ടും അർത്ഥത്തെ, അതായത് സ്വത്തിനെ അഭിവൃദ്ധിപ്പെടുത്തുന്ന വ്യാപാരാദികൾക്കായിട്ടും തനിക്ക് സുഖം അനുഭവിപ്പാനായിട്ടും സ്വജനങ്ങളെ സന്തോഷിപ്പിക്കുവാനായിട്ടും ഇങ്ങനെ 5 വിധത്തിൽ ധനത്തെ ഉപയോഗിക്കുന്നുവോ അവന് സുഖം അനുഭവിക്കുവാൻ സാധിക്കും. ശ്രീമദ് ഭാഗവതം 8-ാം സ്കന്ധം 19-ാം അധ്യായത്തിൽ ശുക്രാചാര്യൻ്റെ ഉപദേശങ്ങളെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. യാജത്യേവം യദി സ ഭഗവാൻ പൂർണ്ണകാമോസ്മി സോഹം ദാസ്യാമേവ സ്ഥിരമിതി വദൻ കാവ്യശബ്ദോപി ദൈത്യാ വിന്ധ്യാവല്യാ നിജദൈതയാ ദത്തപാദ്യായ തുഭ്യം ചിത്രം ചിത്രം സകലമഭി സ പ്രാർപ്പയത്തോയപൂർവം. ശ്ലോകം 6. ഭഗവാൻ വിശ്വരൂപം, അതായത് ത്രിവിക്രമരൂപം സ്വീകരിക്കുന്നു. നിസ്സന്ദേഹം ദിതികുലപദൗ ത്വയ്യശേഷാർപ്പണം തത് വ്യാതന്വാനേ മുമുജുർഷയഃ സാമരാ പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം വിശ്വഭാജാം ഉച്ചൈരുച്ചൈരവൃധദവധീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം. പദം പിരിക്കാം. നിസ്സന്ദേഹം ദിതി കുല പദൗ ത്വയി അശേഷ അർപ്പണം തത് വ്യാതന്വാനെ മുമുജുഹു ഋഷയഃ സ അമരാഃ പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തദ് ഇദം പശ്യതാം വിശ്വഭാജാം ഉച്ചൈഃ ഉച്ചൈഃ അവൃധത് അവധീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം. ദിതികുലപദൗ നിസ്സന്ദേഹം. അസുരചക്രവർത്തിയായ മഹാബലി സംശയം കൂടാതെ ത്വയി തദ് അശേഷാർപ്പണം വ്യാതന്വേന നിന്തിരുവടിക്ക് സർവ്വതും സമർപ്പണം ചെയ്തപ്പോൾ സാമരാഹ ഋഷയഃ പുഷ്പവർഷം മുമുജുഹു ച ദേവന്മാരും ഋഷികളും പൂമഴ പെയ്യിച്ചു. തവ തദ് ഇദം ദിവ്യരൂപം വിശ്വഭാജാം പശ്യതാം. നിന്തിരുവടിയുടെ ആ ദിവ്യമായ രൂപം ലോകവാസികൾ നോക്കിക്കൊണ്ടിരിക്കെ വിശ്വാണ്ഡ ഭാണ്ഡം അവധീകൃത്യ ഉച്ചൈഃ ഉച്ചൈഃ അവൃധത്. വിശ്വാണ്ഡഭാണ്ഡം ബ്രഹ്മാണ്ഡത്തോളം അവധീകൃത്യ ഉച്ചൈഃ ഉച്ചൈഃ ഉയർന്നുയർന്നുയർന്നു വന്ന് വളർന്നു. ആ അസുര ചക്രവർത്തി സംശയം കൂടാതെ നിന്തിരുവടിയിൽ സകലതും സമർപ്പണം ചെയ്തപ്പോൾ ദേവന്മാരും ഋഷികളും പൂമഴ പെയ്യിച്ചു. ഉടനെ നിന്തിരുവടിയുടെ ദിവ്യമായ ആ രൂപം എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കെ തന്നെ
ഉയർന്നു വന്ന് ബ്രഹ്മാണ്ട കടാഹത്തിൽ മുട്ടുവാൻ തക്കവണ്ണം വളർന്നു. നിസ്സന്ദേഹം ദിതികുലപദൗ ത്വയ്യശേഷാർപ്പണം തത് വ്യാതന്വാനേ മുമുജുർഷയഃ സാമരാ പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം വിശ്വഭാജാം ഉച്ചൈരുച്ചൈരവൃധദവധീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം. ശ്ലോകം 7. ത്വത്പാദാഗ്രം നിജപദഗദം പുണ്ഡരീകോത്ഭവോऽസൗ കുണ്ഡീതോരൈരസിജത പുനാത് യജ്ജലം വിശ്വലോകാൻ ഹർഷോത്കർഷാത് സുബഹുനതൃതേ ഖേചരേരുത്സവേസ്മിൻ ഭേരീം നിഘ്നൻ ഭുവനമചരത് ജാംബവാൻ ഭക്തിശാലി. പദം പിരിക്കാം. ത്വത് പാദ അഗ്രം നിജ പദഗതം പുണ്ഡരീകം ഉദ്ഭവഃ അസൗ കുണ്ഡീ തോയൈഃ അസിചത് അപുനാത് യത് ജലം വിശ്വലോകാൻ ഹർഷ ഉത്കർഷാത് സുബഹു നനൃതേ കേചരൈഃ ഉത്സവേ അസ്മിൻ ഭേരീം നിഘ്നൻ ഭുവനം അജരത് ജാംബവാൻ ഭക്തിശാലി. അസൗ പുണ്ഡരീകോദ്ഭവഃ നിജപദഗതം ത്വത്പാദാഗ്രം കുണ്ഡീതോയൈഃ അസിജത്. അസൗ പുണ്ഡരീകോദ്ഭവഃ നിജപദഗതം, ആ ബ്രഹ്മാവ് തൻ്റെ ലോകത്തിലെത്തിയ ത്വത്പാദാഗ്രം, നിന്തിരുവടിയുടെ തൃക്കാലിൻ്റെ അഗ്രഭാഗത്തെ കുണ്ഡീതോയൈഃ അസിചത്, കിണ്ടിയിലെ വെള്ളം കൊണ്ട് കഴുകിച്ചു. യത് ജലം വിശ്വലോകാൻ അപുനാത്, ആ ജലമാണ് എല്ലാ ലോകങ്ങളെയും പരിശുദ്ധമാക്കുന്ന ഗംഗയായി തീർന്നത്. ഹർഷോത്കർഷാത് കേചരൈഃ സുബഹു നനൃതേ, സന്തോഷാധിക്യത്താൽ ദേവഗന്ധർവാദികൾ വളരെ വളരെ നൃത്തം ചെയ്തു. അസ്മിൻ ഉത്സവേ ഭക്തിശാലി ജാംബവാൻ ഭേരീ നിഘ്നൻ ഭുവനം അജരത്, ഈ മഹോത്സവത്തിൽ വലിയ ഭക്തനായ ജാംബവാൻ പെരുമ്പറയടിച്ചുകൊണ്ട് ലോകം മുഴുവനും സഞ്ചരിച്ചു. ബ്രഹ്മാവ് തൻ്റെ ലോകത്തിലെത്തിയ നിന്തിരുവടിയുടെ പാദാഗ്രത്തെ കമണ്ഡലു ജലം കൊണ്ട് അഭിഷേകം ചെയ്തു. ആ ജലമാണ് ഗംഗയായി പരിണമിച്ച് ലോകങ്ങളെയെല്ലാം ശുദ്ധമാക്കിയത്. ഈ ഉത്സവാവസരത്തിൽ ആകാശചാരികളായ ദേവാദികൾ സന്തോഷാധികത്താൽ വളരെ നൃത്തം ചെയ്തു. ഭക്തശിരോമണിയായ ജാംബവാൻ പെരുമ്പറയടിച്ചുകൊണ്ട് ലോകമെല്ലാം സഞ്ചരിച്ചു. ഭൂമി, ആകാശം, ദിക്കുകൾ, സ്വർഗം, അധോലോകങ്ങൾ, സമുദ്രങ്ങൾ, തിര്യക്കുകൾ, മനുഷ്യൻ, ദേവന്മാർ, ഋഷികൾ എന്നുവേണ്ട ഗുണത്രയാത്മകമായ സമസ്തവും യാതൊരുവനിൽ വസിക്കുന്നുവോ, യാതൊരുവൻ്റെ ആത്മാവിലിരിക്കുന്നുവോ, പരിച്ഛിന്ന സ്വരൂപനായ ശ്രീഹരിയുടെ ആ വാമനരൂപം അദ്ഭുതകരമണ്ണം വർദ്ധിച്ചു. ആഗ്രഹിച്ചത് സ്വീകരിച്ചു കൊള്ളുക എന്നാണല്ലോ ബലി പറഞ്ഞിരുന്നത്. ലോകത്രയം ബലിയിൽ നിന്ന് കിട്ടണമെന്ന ആഗ്രഹം 3 അടിയിൽ 3 ലോകവും ഉൾപ്പെടുത്തുവാൻ തക്കവിധം ശരീരത്തെ വർദ്ധിപ്പിച്ചു എന്നർത്ഥം. 2ാമത്തെ അടി വയ്ക്കാനൊരുങ്ങിയ ഭഗവാന്റെ പാദം സ്വർഗത്തെയും മേൽക്കുമേൽ മഹർലോകം, ജനർലോകം, തപോലോകം എന്നീ ലോകങ്ങളെയും കടന്ന് മേൽപോട്ട് പോയി. 3ാമത്തെ അടി അളക്കുവാൻ മഹാബലിയുടേതായിട്ട് യാതൊന്നും അവശേഷിച്ചില്ല. ത്വത്പാദാഗ്രം നിജപദഗതം പുണ്ഡരീകോത്ഭവോऽസൗ കുണ്ഡീതോരൈരസിജത പുനാത് യജ്ജലം വിശ്വലോകാൻ ഹർഷോത്കർഷാത് സുബഹുനതൃതേ ഖേചരേരുത്സവേസ്മിൻ ഭേരീം നിഘ്നൻ ഭുവനമചരത് ജാംബവാൻ ഭക്തിശാലി. ശ്ലോകം 8.
താവദ്ദൈത്യാസ്ത്വനുമതിമൃതേ ഭർത്തുരാരബ്ധയുദ്ധ ദേവോപേതൈർഭവതനുചരൈ സംഗതാ ഭംഗമാപൻ കാലാത്മായം വസതി പുരതോ യദ്വശാത് പ്രാഗ്ജിതാസ്മാ കിം വോ യുദ്ധൈരിതി ബലിഗിരാ തേധപാതാളമാപോ. പദം പിരിക്കാം. താവത് ദൈത്യാഹ തു അനുമതിം ഹൃദേ ഭർത്തുഃ ആരബ്ധ യുദ്ധാഃ ദേവ ഉഭേന്ദ്രൈഃ ഭവത് അനുചരൈഃ സംഘതാ ഭംഗം ആപൻ കാല ആത്മാ അയം വസതി പുരതഃ യത് വശാത് പ്രാഗ്ജിതാഃ സ്മഃ കിം വഹ യുദ്ധൈഃ ഇതി ബലിഗിരാ തേ അധ പാതാളം ആപുഃ. ദേവ ഗുരുവായൂരപ്പ, താവത് ദൈത്യാഹ തു ഭർത്തുഃ അനുമതി ഹൃദേ ആരബ്ധയുദ്ധാഃ. താവത് അപ്പോൾ, ദൈത്യാഹ തു അസുരന്മാരാകട്ടെ, തങ്ങളുടെ ഭർത്തുഃ അനുമതി ഹൃദേ ആരബ്ധയുദ്ധാഃ നാഥനായ മഹാബലിയുടെ സമ്മതം കൂടാതെ യുദ്ധം ആരംഭിച്ച് ഉഭേദൈഃ ഭവദനുചരൈഃ സംഘതാ ഭംഗം ആപൻ പെട്ടെന്ന് വന്നു ചേർന്ന അവിടുത്തെ കിങ്കരന്മാരോട് ഏറ്റുമുട്ടി അസുരന്മാർ തോൽവിയടഞ്ഞു. കാലാത്മാ അയം പുരതഃ വസതി. കാലരൂപനാണ് ഈ മുമ്പിൽ നിൽക്കുന്നത്. യദ്വശാത് പ്രാഗ്ജിതാഃ സ്മഃ. ആ കാലത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് പണ്ട് നാം ജയിച്ചത്. വഹ യുദ്ധൈഃ കിം ഇതി ബലിഗിര. നിങ്ങളുടെ യുദ്ധങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനം എന്നുള്ള മഹാബലിയുടെ വാക്കിനാൽ തേ അധ പാതാളം ആപുഃ. അവർ ഉടനെ പാതാളത്തിലേക്ക് പോയി. ആ അവസരത്തിൽ അസുരന്മാർ അവരുടെ രാജാവായ മഹാബലിയുടെ അനുവാദം കൂടാതെ യുദ്ധം ആരംഭിച്ചു. എങ്കിലും ദേവന്മാർ നിന്തിരുവടിയുടെ അനുചരന്മാരും ഒരുമിച്ച് അവരെ എതിർത്തതിനാൽ അവർ തോറ്റുപോയി. കാലസ്വരൂപനായ ഭഗവാനാണ് നമ്മുടെ മുമ്പിൽ ഈ നിൽക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വൈഭവത്തിലാണ് നാം മുമ്പ് ജയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നാം തോൽക്കേണ്ട കാലമാണ്. അതിനാൽ നിങ്ങൾ യുദ്ധം ചെയ്തതുകൊണ്ട് ഫലമൊന്നുമില്ല എന്നുള്ള മഹാബലിയുടെ വാക്കനുസരിച്ച് അവർ പാതാളത്തിലേക്ക് പ്രാപിക്കുകയും ചെയ്തു. മഹാബലിയുടെ അനുചരന്മാരായ അസുരന്മാർ ആയുധമെടുത്ത് ബലി ഇച്ഛിക്കാതെ തന്നെ വാമനനെ വധിപ്പാനായിക്കൊണ്ട് വാമന ഭഗവാന്റെ നേർക്ക് പാഞ്ഞു വന്നു. വിഷ്ണു പാർഷാദന്മാർ പുഞ്ചിരിയോടെ അതിനിസ്സാര ഭാവത്തെ കൈകൊണ്ട് ആയുധങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അസുരന്മാരെ തടഞ്ഞു. മഹാബലി ക്രുദ്ധരായ സേനാധിപതികളോട് പറഞ്ഞു, ഞാൻ പറയുന്നത് കേൾക്കുവിൻ, നിങ്ങൾ യുദ്ധം ചെയ്യരുത്, മടങ്ങുവിൻ. ഈ കാലം, ഈ സമയം നമ്മൾക്ക് അനുകൂലമല്ല. ഒരു കാലത്ത് സമൃദ്ധമായിരുന്ന നിങ്ങൾ ദേവന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ ജയിച്ചിട്ട് സന്തോഷിക്കുന്നു. അതിനാൽ ജയപരാജയങ്ങൾ കാലാധീനങ്ങളാണെന്ന് സ്പഷ്ടമാണ്. ഈശ്വര സ്വരൂപമാണ് കാലം. കാലദേവൻ അനുകൂലമായി നിൽക്കുകയാണെങ്കിൽ ജയവും, അനുകൂലമല്ലാതെ ഇരിക്കുമ്പോൾ പരാജയവും സംഭവിക്കും. ലോകം കാലത്തിനധീനമാണെന്ന് സാരം. താവദ്ദൈത്യാസ്ത്വനുമതിമൃതേ ഭർത്തുരാരബ്ധയുദ്ധ ദേവോപേതൈർഭവതനുചരൈ സംഗതാ ഭംഗമാപൻ കാലാത്മായം വസതി പുരതോ യദ്വശാത് പ്രാഗ്ജിതാസ്മാ കിം വോ യുദ്ധൈരിതി ബലിഗിരാ തേധപാതാളമാപോ. ശ്ലോകം 9. ലോകം മുഴുവനും ഭഗവാൻ 2 അടിയാൽ അളന്നെടുത്ത് 3-ാമത്തെ അടി തരുവാൻ ആവശ്യപ്പെട്ടപ്പോൾ മഹാബലി തൻ്റെ ശിരസ് കാണിച്ചു കൊടുക്കുന്നു.
പാശൈർബദ്ധം പദകപതിനാ ദൈത്യമുച്ചൈരവാദി താർത്തീയീകം ദിശ മമ പദം കിം ന വിശ്വേശ്വരോസി പാദം മൂർധ്നി പ്രണയ ഭഗവൻ ഇത്യകമ്പം വദന്തം പ്രഹ്ലാദസ്തം സ്വയമുപഗതോ മാനയന്നസ്തവീത്വാം. പദം പിരിക്കാം. പാശൈഃ ബന്ധം പദഃ പതിനാ ദൈത്യം ഉച്ചൈഃ അവാദീഃ സ്ഥാർത്തീകം ദിശ മമ പദം കിം ന വിശ്വേശ്വരഃ അസി പാദം മൂർധനി പ്രണയ ഭഗവൻ ഇതി അകമ്പം വദന്തം പ്രഹ്ലാദഃ തം സ്വയം ഉപഗതഃ മാനയൻ അസ്തവീ ത്വാം. പദകപതിനാ പാശൈഃ ബന്ധം. പക്ഷിശ്രേഷ്ഠനായ ഗരുഡനാൽ വരുണപാശങ്ങളെ കൊണ്ട് ബന്ധിക്കപ്പെട്ട ദൈത്യം ഉച്ചൈഃ അവാദീഃ അസുരനായ മഹാബലിയോട് നിന്തിരുവടി ഉറക്കെ പറഞ്ഞു, താർത്തീകം പദം മമ ദിശ വിശ്വേശ്വര കിം ന അസി. മൂന്നാമത്തെ അടി എനിക്ക് തരുക, നീ ലോകനാഥനല്ലേ എന്ന് ഭഗവൻ. പാദം മൂർധനി പ്രണയ, ഭഗവാനെ തൃക്കാലടി എൻ്റെ തലയിൽ വെച്ചുകൊണ്ടാലും. ഇതി അകമ്പം വദന്തം തം മാനയൻ പ്രഹ്ലാദഃ സ്വയം ഉപഗതഃ ത്വാം അസ്തവീത് എന്ന് ഭയം കൂടാതെ പറയുന്ന ആ മഹാബലിയെ മാനിച്ചുകൊണ്ട് പ്രഹ്ലാദൻ തന്നെത്താൻ വന്ന് നിന്തിരുവടിയെ സ്തുതിച്ചു. ഗരുഡനാൽ വരുണപാശം കൊണ്ട് ബന്ധിച്ചിരിക്കുന്ന ആ അസുരശ്രേഷ്ഠനോട് നിന്തിരുവടി ഉറക്കെ പറഞ്ഞു, എനിക്ക് മൂന്നാമത്തെ അടിക്ക് സ്ഥലം തരിക, നീ വിശ്വേശ്വരനല്ലയോ? ഇതിനുത്തരമായി യാതൊരു കുലുക്കവും കൂടാതെ, അല്ലയോ ഭഗവാനെ തൃക്കാൽ എൻ്റെ തലയിൽ വെച്ച് അരുളിയാലും എന്ന് പറഞ്ഞ മഹാബലിയെ ബഹുമാനിച്ചുകൊണ്ട് അവിടെ തനിയെ വന്നു ചേർന്ന പ്രഹ്ലാദൻ നിന്തിരുവടിയെ സ്തുതിച്ചു. രാജാദികളായ ഐശ്വര്യങ്ങളിൽ എൻ്റേത് എന്ന് ഉറച്ചിരിക്കുന്ന അഭിമാനത്തെ ഇപ്പോൾ ഭഗവാൻ അപഹരിച്ചു. ഇനി ശരീരത്തിൽ ഞാൻ എന്നുള്ള അഭിമാനത്തെയും അപഹരിച്ച് മഹാബലിയെ പരിശുദ്ധമാക്കണം. മഹാബലിക്ക് തുല്യമായ സത്യസന്ധൻ ദുർലഭമാണ് എന്ന സത്കീർത്തിയും ലോകത്തിൽ വ്യാപിപ്പിക്കണം. അതിനായി കുറേ കൂടി ദണ്ഡിക്കണമെന്നായിരുന്നു ഭഗവാന്റെ അഭിപ്രായം. എന്തിനാണ് ഗരുഡൻ മഹാബലിയുടെ ശരീരത്തെ വരുണപാശത്താൽ ബന്ധിച്ചത്? അധോഗതിക്ക് കാരണമായ അഭിമാനത്തെ മുഴുവനും നശിപ്പിച്ച ശേഷം അത്യുജ്വലമായ ഐശ്വര്യത്തെ നൽകുന്നത് ഭഗവത് പ്രസാദം, അതായത് അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. അതിനാൽ ശരീരാഭിമാനത്തെ നശിപ്പിക്കുവാൻ ഗരുഡൻ മഹാബലിയുടെ ശരീരത്തെ വരുണപാശത്താൽ ബന്ധിച്ചു എന്നർത്ഥം. പാശൈർബദ്ധം പദകപതിനാ ദൈത്യമുച്ചൈരവാദി താർത്തീയീകം ദിശ മമ പദം കിം ന വിശ്വേശ്വരോസി പാദം മൂർധ്നി പ്രണയ ഭഗവൻ ഇത്യകമ്പം വദന്തം പ്രഹ്ലാദസ്തം സ്വയമുപഗതോ മാനയന്നസ്തവീത്വാം. ശ്ലോകം 10. പ്രഹ്ലാദസ്തുതി കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ മഹാബലിയെ അനുഗ്രഹിക്കുന്നു. ദർപ്പോച്ഛിത്യൈ വിഹിതമഖിലം ദൈത്യ സിദ്ധോസി പുണ്യൈർ ലോകസ്തേസ്തു ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത് മത്സായുജ്യം ഭജ ച പുനരിത്യന്വഗൃഹ്ണാബലിം തം വിപ്രൈ സന്താനിതമഖവര പാഹി വാതാലയേശ. പദം പിരിക്കാം. ദർപ്പ ഉച്ചിത്തൈഃ വിഹിതം അഖിലം ദൈത്യ സിദ്ധഃ അസി പുണ്യഃ ലോകഃ തേ അസ്തു ത്രിദിവ വിജയീ വാസവത്വം ച
പശ്ചാത് മത് സായുജ്യം ഭജ ച പുനഃ ഇതി അന്യഗ്രഹണാഃ ബലിം തം വിപ്രൈഃ സന്ധാനിത മഖവരഃ പാഹി വാതാലയേശ. വിഹിതം അഖിലം ദർപ്പോചിത്തൈ. ഞാൻ ചെയ്തതെല്ലാം അഹങ്കാരം നീക്കാൻ വേണ്ടിയാണ്. ദൈത്യ പുണ്യൈഹി സിദ്ധഃ അസി. അല്ലയോ അസുരശ്രേഷ്ഠ, പുണ്യങ്ങൾ നിമിത്തം നീ സകല സിദ്ധികളും കൈവന്നവനായിരിക്കുന്നു. ത്രിദിവ വിജയീ ലോകഃ തേ അസ്തു. സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ ലോകം നിനക്ക് ഭവിക്കട്ടെ. പശ്ചാത് വാസവത്വം ച. പിന്നീട് ഇന്ദ്രസ്ഥാനവും ഉണ്ടാകട്ടെ. പുനഃ മത്സായുജ്യം ച ഭജ. അതിനുശേഷം എൻ്റെ സായുജ്യവും പ്രാപിക്കുക. ഇതി തം ബലിം അന്വഗ്രഹണാഃ. എന്നിങ്ങനെ ആ മഹാബലിയെ നിൻ തിരുവടി അനുഗ്രഹിച്ചു. വാതാലയേശ വിപ്രൈഹി സന്ധാനിതമകവരഃ. ഗുരുവായൂരപ്പ, ശുക്രാദികളായ ബ്രാഹ്മണരെ കൊണ്ട് മഹാബലിയുടെ യാഗക്രിയകൾ പൂർത്തിയാക്കിയ ത്വം പാഹി, നിൻ തിരുവടി എന്നെ രക്ഷിക്കണമേ. അല്ലയോ അസുരശ്രേഷ്ഠ, ഞാൻ ഈ ചെയ്യുന്നതെല്ലാം നിന്റെ അഹങ്കാരം ശമിപ്പിക്കുന്നതിനായിട്ടാണ്. നീ പുണ്യങ്ങൾ അനവധി ചെയ്തിട്ടുള്ളതിനാൽ സിദ്ധനായിരിക്കുന്നു. നിനക്ക് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠകരമായ ലോകവും പിന്നീട് ഇന്ദ്രത്വവും സിദ്ധിക്കട്ടെ. ഒടുവിൽ നീ എൻ്റെ സായുജ്യം പ്രാപിക്കും, എന്നിൽ ലയിച്ചു കൊള്ളും എന്നർത്ഥം എന്ന് നിന്തിരുവടി ആ മഹാബലിയെ അനുഗ്രഹിച്ചു. അനന്തരം ബ്രാഹ്മണരെ കൊണ്ട് ശ്രേഷ്ഠമായ യാഗം നടത്തിപ്പിച്ച നിന്തിരുവടി, അല്ലയോ ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണമേ. ഭഗവാനോട് ബലി പറയുന്നു, നിൻ തിരുവടിയുടെ പരമഭക്തനായ പ്രഹ്ലാദൻ്റെ പൗത്രൻ എന്നുള്ള ഒരു ഗുണം മാത്രം എനിക്കുള്ളതുകൊണ്ടാണ് അസുരവംശജാതനായ എന്നെ ജന്മനാ ശത്രുവായ അങ്ങയുടെ സമീപത്തിലേക്ക് ദൈവത്താൽ നയിക്കപ്പെട്ടത്. അങ്ങ് ബലാത്കാരേണ ഐശ്വര്യത്തിൽ നിന്നും എന്നെ തരം താഴ്ത്തി അനുഗ്രഹിക്കുകയും ചെയ്തു. ഐശ്വര്യാപഹരണം അനുഗ്രഹമാകുന്നതെങ്ങനെ എന്നുള്ള ഒരു സംശയം പോലും എനിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ഐശ്വര്യനിമിത്തം അഹങ്കാരവും അതിനാൽ അവിവേകവും വർദ്ധിച്ചു വരികയും അന്ധകൻ്റെ, അതായത് മരണത്തിൻ്റെ സമീപത്തിലിരിക്കുന്ന ഈ ജീവിതം ചഞ്ചലമാണ് എന്നുള്ള ബോധമില്ലാതെ വരികയും ചെയ്യുന്നത് അനുഭവമാകയാൽ ഐശ്വര്യാപഹരണം മഹാ അനുഗ്രഹം തന്നെയാണ്. ശത്രുവായ എന്നെ ഈ വിധം നിന്തിരുവടി അനുഗ്രഹിക്കുവാൻ ഇടവന്നത് എൻ്റെ പിതാമഹനായ പ്രഹ്ലാദൻ്റെ അപാരഭക്തിയുടെ ഫലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദർപ്പോച്ഛിറ്റൈ വിഹിതമഖിലം ദൈത്യ സിദ്ധോസി പുണ്യൈർ ലോകസ്തേസ്തു ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത് മത്സായുജ്യം ഭജ ച പുനരിത്യന്വഗൃഹ്ണാബലിം തം വിപ്രൈ സന്താനിതമഖവര പാഹി വാതാലയേശ. ഭൂമിക്ക് താഴെ അധല വിതല സുതലാദികളായി 7 ലോകമുള്ളതിൽ മൂന്നാമത്തെ ലോകമാണ് സുതലം. ദേവശില്പിയായ വിശ്വകർമാവ് നിർമ്മിച്ച ലോകമാണ് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠവുമാണ്. സത്യസന്ധത, ധർമ്മതത്പരത മുതലായ ഗുണങ്ങളാൽ പ്രസന്നനായ ഭഗവാൻ മഹാബലിക്ക് ആ സുതല ലോകമാണ് അനുഗ്രഹിച്ചു കൊടുത്തത്. 8ാമത്തേതായ സാവർണി മന്വന്തരത്തിൽ ഇന്ദ്രനാവുന്നത് മഹാബലി ആയിരിക്കുമെന്നും ഭഗവാൻ അരുളി ചെയ്ത് അനുഗ്രഹിച്ചു. പാരായണം. പ്രീത്യാ ദൈത്യസ്തവ തനുമഃ പ്രേക്ഷണാത് സർവധാപി ത്വാമാരാധ്യൻ അജിതരജയന്നഞ്ജലിം സഞ്ജഗാദാം മത്തക്കിം തേ സമഭിലഷിതം വിപ്രസൂനോ വദത്വം വിത്തം ഭക്തം ഭവനമവനീം വാപി സർവം പ്രദാസ്യേ
താമക്ഷീണാം ബലിഗിരമുപാകർണ്യ കാരുണ്യപൂർണോऽപി അസ്യോത്സേകം ശമയിതുമനാദൈത്യവംശം പ്രശംസൻ ഭൂമിം പാദത്രയപരിമിതാം പ്രാർത്ഥയാമാസിധത്വം സർവം ദേഹീതി നിഗദിതേ കസ്യ ഹാസ്യം ന വാ സ്യാത് വിശ്വേശം മാം ത്രിപദമിഹ കിം യാജസേ ബാലിശസ്ത്വം സർവാം ഭൂമിം വൃണു കിമമുനേത്യാലഭത്വാം സദൃപ്യൻ യസ്മാദർപ്പാത് ത്രിപദ പരിപൂർത്യക്ഷമക്ഷേപവാദാൻ ബന്ധം ചാസൗ അഗമദദർഹോऽപി ഗാഢോപശാന്ത്യൈ പാദത്രയ്യാ യദിദമുദിതോ വിഷ്ടഭൈർനാഭിതുഷ്യേത് ഇത്യുക്തേസ്മിൻ വരദ ഭവദേ ധാതുകാമേധതോയം ദൈത്യാചാര്യസ്തവ ഖലു പരീക്ഷാർത്തിന പ്രേരണാത്തം മാമാദേയം ഹരിരയമിതി വ്യക്തമേവാബഭാഷേ യാജത്യേവം യദി സ ഭഗവാൻ പൂർണ്ണകാമോസ്മി സോഹം ദാസ്യാമേവ സ്ഥിരമിതി വദൻ കാവ്യശബ്ദോऽപി ദൈത്യാ വിന്ധ്യാവല്യാ നിജദൈതയാ ദത്തപാദ്യായ തുഭ്യം ചിത്രം ചിത്രം സകലമപി സ പ്രാർപ്പയത്തോയപൂർവം നിസ്സന്ദേഹം ദിതികുലപദൗ ത്വയ്യശേഷാർപ്പണം തത് വ്യാതന്വാനേ മുമുജുർഷയഃ സാമരാ പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം വിശ്വഭാജാം ഉച്ചൈരുച്ചൈരവൃധദവധീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം ത്വത്പാദാഗ്രം നിജപദഗദം പുണ്ഡരീകോത്ഭവോऽസൗ കുണ്ഡീതോരൈരസിചത പുനാത് യജ്ജലം വിശ്വലോകാൻ ഹർഷോത്കർഷാത് സുബഹുനതൃതേ ഖേചരേരുത്സവേസ്മിൻ ഭേരീം നിഘ്നൻ ഭുവനമചരത് ജാംബവാൻ ഭക്തിശാലി താവദ്ദൈത്യാസ്ത്വനുമതിമൃദേ ഭർത്തുരാരബ്ധയുദ്ധാ ദേവോപേതൈർഭവദനുചരൈ സംഗദാ ഭംഗമാപൻ കാലാത്മായം വസതി പുരതോ യദ്വശാത് പ്രാഗ്ജിദാസ്മാ കിം വോ യുദ്ധൈരിതി ബലിഗിരാ തേധപാതാളമാപോ പാശൈർബദ്ധം പദകപതിനാ ദൈത്യമുച്ചൈരവാദി താർത്തീയീകം ദിശ മമ പദം കിം ന വിശ്വേശ്വരോസി പാദം മൂർധ്നി പ്രണയ ഭഗവൻ ഇത്യകമ്പം വദന്തം പ്രഹ്ലാദസ്തം സ്വയമുപഗതോ മാനയന്നസ്തവീത്വാം ദർപ്പോച്ഛിത്യൈ വിഹിതമഖിലം ദൈത്യ സിദ്ധോസി പുണ്യൈർ ലോകസ്തേസ്തു ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത് മത്സായുജ്യം ഭജ ച പുനരിത്യന്വഗൃഹ്ണാബലിം തം വിപ്രൈ സന്താനിതമഖവര പാഹി വാതാലയേശ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.